ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആര്യനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്നിട്ട് പറയണ്ട, അമ്മേ നാളെ തന്നെ ആൾക്കാരെയൊക്കെ നോക്കി വെച്ച് പോളിഷുള്ള ആൾക്കാരെയൊക്കെ മിത്ര നിനക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരെ നാളെ തന്നെ അറേഞ്ച് ചെയ്യാവോ? അറേഞ്ച് ചെയ്യാം എന്ന് പറയാണ്. ആര്യം പറഞ്ഞിട്ട് എന്തായാലും മീനാക്ഷി എടുത്ത് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് എനിക്ക് അത് വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. കാരണം അങ്ങനത്തെ ഒരു ഇടത്തിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി, വേറെ ആരെങ്കിലും ഇതുപോലത്തെ സഹായം ചെയ്യോ? അത് നീ പറഞ്ഞ ശരിയാടാ, മീനാക്ഷിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വലിയൊരു മനസ്സുണ്ട്. ആര്യം പറയണ്ട്, അത് മീനാക്ഷിക്ക് മാത്രമല്ലമ്മേ മിത്രക്കും ഉണ്ട് കേട്ടോ. ആര്യ ഒന്ന് ചുമ്മാതിരിക്കുക എന്ന് മിത്ര പറയാണ്. ആര്യം പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കുപോക്കാക്കണം. ഞാൻ സിറ്റിയിൽ ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്ഥാപനം നടത്താനുള്ള സ്ഥലമാണ്, പക്ഷേ പെട്ടെന്ന് ശ്രദ്ധ കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ ആ ഒരു ട്രാവലേഴ്സ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നേറാൻ പറ്റും. എന്റെ ദൈവങ്ങളെ, എന്റെ പ്രാർത്ഥന എന്റെ ദൈവങ്ങൾ കേട്ടു. എത്ര നാളെ എൻ്റെ മോൻ്റെ ഈ ഒരു മനസ്സിൽ ആഗ്രഹം നടത്തി തരണമെന്ന് ഞാൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകണം എന്നൊക്കെ നമ്മുടെ ഗോമതി പറയുന്നുണ്ട്. ആ സമയത്ത് മിത്ര വേണ്ട, എല്ലാ ആര്യ ഇന്ന് ആര്യന്റെ വക ചെലവല്ലേ രാത്രി, പിന്നെ അല്ലാതെ ഇന്ന് അച്ഛനെയും അതുപോലെ തന്നെ ആനന്ദേട്ടനെയൊക്കെ നേരത്തെ വിളിക്കണം, ദേവിയെടുത്തിട്ടൊക്കെ പറയണം നേരത്തെ വരാനായിട്ട്. ഇന്ന് രാത്രി എൻ്റെ വക ഫുൾ ചെലവ്, ട്രീറ്റ് എന്നൊക്കെ ആര്യം പറയണം. അതേസമയം അച്യുതൻ അവിടെ ആണെങ്കിൽ മിത്രയുടെ ഗോൾഡ് എല്ലാം തന്നെ വീട്ടിൽ കൊണ്ടേ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ഗോൾഡ് ഉണ്ടല്ലോ മിത്രനെ കൊണ്ട് തന്ത്രപൂർവ്വം ആര്യൻ മേടിപ്പിച്ചിട്ട് അവൻ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഞാൻ കയ്യോടെ ആ ഫിനാൻസ് കമ്പനിക്കാരെ കണ്ട് ആ ഒരു ഗോൾഡ് കയ്യോടെ മേടിച്ചോണ്ട് വന്നു. കള്ളന്മാരെ ബാലനും ആര്യനും അവർ മിത്രനെ പറഞ്ഞു പറ്റിച്ചിട്ട് ഈ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കിയതാ എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ പ്രശ്നമാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ നേരെ ദേവമംഗലത്തിലേക്ക് പോവാണ്. അച്യുതന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ കൃഷ്ണമംഗലത്തിലെ എല്ലാവരും അച്യുതന്റെ തൊട്ടു പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ധർമ്മം പണ്ട് വേണ്ട ഏട്ടാ, അവരുടെ പ്രശ്നമൊന്നും ഉണ്ടാക്കണമെന്ന് പറയുമ്പോ, നീ ഇപ്പൊ അവരുടെ കൂടെ ആയോടാ ഏട്ടൻ, ഞാൻ ആരുടെ ഭാഗം പറയണല്ല, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ എന്തിനാ ഏട്ടൻ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തണത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അച്യുതൻ നേരെ മിത്ര അടുത്തേക്ക് പോവാണ്. എടി മിത്രേ, നീ ഇന്ന് ഫിനാൻസ് കമ്പനി പോയല്ലേ, നീ ഇതല്ലടി പണയം വെക്കാൻ കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാണ്. അത് കാണിക്കുമ്പോഴേക്കും ആര്യന്റെ മുഖം അങ്ങോട്ട് മാറും കേട്ടോ. മിത്രക്ക് എന്ത് പറയണോന്ന് അറിയില്ല. കാരണം ആര്യം പ്രത്യേകം പറഞ്ഞത് ഇത് വലിയ പ്രശ്നമാകും, എനിക്കിതിന് 10 പൈസ പോലും വേണ്ട, ഇത് വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് മിത്രനെ ഓട്ടോ കയറ്റി വിട്ടത്. അപ്പൊ ആ മിത്ര ഈ പൈസ 10 ലക്ഷം രൂപക്ക് വേണ്ടി ഫിനാൻസ് കമ്പനിക്കാരെ കാണാൻ പോയെന്ന് കേട്ടപ്പോ ആര്യന് ആകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പൊ മിത്ര ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോ എന്നിട്ട് ആര്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്തേ പറഞ്ഞത്? മിത്ര ഫിനാൻസ് കമ്പനിക്കാരെ മീറ്റ് ചെയ്തെന്നോ, 10 ലക്ഷം രൂപ വേണമെന്ന്? അപ്പൊ നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണത്? എടാ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടാ, നീ പറഞ്ഞിട്ടാണ് നിന്റെ ഭാര്യയായിട്ടുള്ള ഈ മിത്ര ഈ സ്വർണ്ണങ്ങൾ, അതായത് 25 പവൻ സ്വർണം ഏട്ടനും ഏടത്തെയും എന്റെ ഭാര്യയൊക്കെ കഷ്ടപ്പെട്ട ഇവൾക്ക് ഇത്രയും സ്വർണം കൊണ്ടേ കൊടുത്തത്. എന്നിട്ട് ഈ സ്വർണം എല്ലാം തന്നെ ബാങ്കിൽ കൊണ്ടേ 10 ലക്ഷം രൂപ വേണമെന്ന് നീ അല്ലേടാ പറഞ്ഞത്. അത് പ്രകാരം അവള് ബാങ്കിൽ പോയിട്ട് നേരെ പോയത് ഫിനാൻസ് കമ്പനിയിലാ. ആ ഫിനാൻസ് കമ്പനി എനിക്ക് പരിചയമുള്ളതാണേ. ഈ സ്വർണം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ വീട്ടിലെ സ്വർണ്ണമാണെന്ന്. അപ്പൊ തന്നെ ഞാൻ അത് കയ്യോടെ മേടിച്ചോണ്ട് വന്നു. എന്റെ പൊന്നു മോളെ മിത്രേ, എന്തിനാടി കഷ്ടപ്പെട്ട് വീട്ടുകാർ തന്ന സ്വർണം ഇവനും ഇവന്റെ ഇവന്റെ കള്ളനായിട്ടുള്ള അച്ഛനും ഒക്കെ കൊണ്ടേ കൊടുക്കാൻ പോയത്. മിത്ര പറയണ്ട്, അതെ ചെറിയച്ഛനൊന്നും മിണ്ടാതിരിക്കെ, ആര്യനും അതുപോലെ തന്നെ അങ്കിളൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല, ഞാനാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ആര്യം ഞെട്ടിപ്പോവാം. മിത്രേ, നീ എന്തൊക്കെയാ പണത്? നീ ഫിനാൻസ് കമ്പനിയിൽ പോയെന്നോ? 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു പോയെന്നോ? എന്തിനാ മിത്രേ? ആര്യം എന്നോട് ക്ഷമിക്കണം, അത് പിന്നെ ഞാൻ വേണ്ട, നീ സത്യം എന്താ വെച്ചാൽ പറ മിത്രേ, എല്ലാവരുടെ മുമ്പിൽ നീ സത്യം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ആര്യം ചോദിക്കുമ്പോൾ മിത്ര പറയാം, ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം പറയാം. അതായത് ഈ 10 ലക്ഷം രൂപ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് വേറൊന്നിനും അല്ല, ആര്യനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ആര്യൻ ഒരുപാട് സ്ഥലത്ത് ലോണിന് വേണ്ടി അപേക്ഷിച്ചെങ്കിലും ആരും ലോണ് കൊടുത്തില്ല. അപ്പൊ എനിക്ക് തോന്നിയൊരു ബുദ്ധിയാണ് ഈ സ്വർണം കൊണ്ടേ പണയം വെച്ചിട്ട് 10 ലക്ഷം രൂപ ആര്യന് കൊടുക്കാന്ന്. പക്ഷെ ആ സ്വർണം വെച്ച പൈസ ആര്യൻ വേണ്ടാന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരു കുറുക്ക് വഴി തീരുമാനിച്ചു. 10 ലക്ഷം രൂപ ഇത് സ്വർണം പണയം വെച്ചിട്ട് ആ 10 ലക്ഷം രൂപ മീനാക്ഷി എടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് മീനാക്ഷി എടുത്ത് PF ലോൺ എടുത്തതെന്ന് പറഞ്ഞിട്ട് ആര്യന് കൊടുക്കാന്ന്. അപ്പൊ ആര്യം മേടിക്കുമല്ലോ, അല്ലാതെ ഒരിക്കലും ഇത് ആര്യനോ ഇവിടുത്തെ അങ്കിളോ വേറെ ആരും അറിഞ്ഞിട്ടില്ല, ഇതെല്ലാം എന്റെ സ്വന്തം ഐഡിയ ആണ് എന്ന് പറയണം. ഇത് കേൾക്കണം അച്യുതൻ പറഞ്ഞു, ഓഹോ നീ നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുവാണോ? എടി എനിക്ക് മനസ്സിലായടി, നിന്റെ അച്ഛനും അമ്മയും നിനക്ക് തന്നത് മൊത്തം തന്നത് 50 പവൻ.
ഇപ്പൊ ഇതിലുള്ളത് 25 പവൻ. അപ്പൊ അതിനർത്ഥം ബാക്കി 25 പവൻ നീ എപ്പോഴൊക്കെയോ ഇവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് പോരാണ്ട് ബാക്കിയുള്ള സ്വർണം കൂടി നിന്നെ കൊണ്ട് പണയം വെപ്പിക്കാൻ വേണ്ടി നോക്കിയവരെ നീ സപ്പോർട്ട് ചെയ്യാൻ മടിയില്ലടി മിത്രേ എന്ന് പറയാണ്. അപ്പൊ ആര്യം പണ്ടതേ മിണ്ടാതിരുന്നോ നിങ്ങൾ എന്ന് പറയാണ്. അവിടെയൊക്കെ ബാലനും വരുന്നുട്ടോ. എന്താ ഇവിടെ പ്രശ്നം, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ അച്യുതൻ പറയണ്ടോ, ബാല തനിക്ക് നാണം ഉണ്ടോടോ, കള്ള ഉളുപ്പുണ്ടോടോ എന്ന് പറയണതേ, മര്യാദക്ക് സംസാരിക്കണം. ഓഹോ, അപ്പൊ നിങ്ങക്ക് മര്യാദക്കേട് കാണിക്കാം അല്ലെ? ഇവിടുന്ന് മിത്രക്ക് 50 പവൻ കൊടുത്തിരുന്നു. ആ 50 പവൻ 25 പവൻ നിങ്ങൾ എപ്പോഴോ വിറ്റ് തൊലച്ചു. പക്ഷെ ബാക്കി 25 പവനും കൂടി ഈ പാവം പെണ്ണെ കൊണ്ട് ഫിനാൻസ് കമ്പനിയിൽ കൊണ്ടേ കൊടുക്കാൻ വേണ്ടി താൻ പറഞ്ഞില്ലേടോ? ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ മിത്ര ഇവര് പറയണത്? അങ്കിളിനോട് ക്ഷമിക്കണം, അങ്ങനെയൊന്നും അല്ല നടന്ന കാര്യം. അത് സ്വർണം തിരിച്ചു കിട്ടി അങ്കിളെ. ആ സമയത്ത് ആര്യനോ ഒരു സഹായം ആവട്ടെ വെച്ചിട്ട് ഞാൻ 10 ലക്ഷം രൂപക്ക് വേണ്ടി സ്വർണം പണയം വെക്കാൻ വേണ്ടി നോക്കി. പിന്നീട് ഇവരെ പറയണതൊക്കെ വെറുതെ ഉണ്ടാക്കി കഥകളാണ് അങ്കിളെ പറയണത് എന്ന് പറയുമ്പോ ബാലൻ പറയണ്ട്, നടന്ന സംഭവങ്ങളും ഇത്ര പറഞ്ഞല്ലോ, അത്രയും നടന്നിട്ടുള്ളൂ. നിങ്ങൾ അവൾക്ക് കൊടുത്ത സ്വർണം അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി അവള് തീരുമാനിച്ചു, അല്ലാതെ അതിൽ എനിക്കോ ആര്യനോ ഈ വീട്ടിലെ ബാക്കി ആർക്കും ഒരു പങ്കില്ല എന്ന് പറയുമ്പോൾ മിത്ര പറയണ്ട, അമ്മേ അച്ഛ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എനിക്ക് സ്വർണം തന്നപ്പോ നിങ്ങൾക്ക് എന്താ അത് എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ അമ്മേ എനിക്ക് തന്നത് സ്വർണം എന്റെ ആണെന്ന് പറഞ്ഞിട്ട്? അല്ല വല്ല ബാങ്കിൽ കൊണ്ട് ലോക്കറിൽ വെച്ച് പൂട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ എന്റെ കഴുത്തിലും കാതിലൊക്കെ കണ്ടോ സ്വർണം ഇട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നത്? അല്ല എനിക്കറിയില്ല, നിങ്ങൾ എന്നോട് കല്യാണ സമയത്ത് എനിക്ക് സ്വർണം തന്നപ്പോ പറഞ്ഞ കാര്യം, നിനക്ക് ഭാവിയിൽ എന്തിനു ആവശ്യം വരുവാണെങ്കിൽ ഈ സ്വർണം ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എനിക്ക് ഈ സ്വർണം തന്നത്. അന്ന് 100 പവനാണ് നിങ്ങൾ തരാൻ നിന്നത് കല്യാണത്തിന്. പക്ഷെ ആ 100 പവനിലെ 50 പവൻ കല്യാണത്തിന് തലേന്ന് എനിക്ക് ഇട്ട് തന്നു. ആ 50 പവനായിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അപ്പോഴും എന്റെ വിശ്വാസം എന്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി തന്നത് എന്നൊരു രീതിയിലായിരുന്നു. ഇപ്പോ അമ്മയുടെ അച്ഛനും അമ്മയും അമ്മക്ക് കല്യാണത്തിന് സ്വർണ്ണം ഇട്ടെന്നില്ലേ, അതുപോലെ എനിക്കിട്ട് തന്ന് അത് എന്റെ ആവശ്യത്തിന്, എന്റെ ഭർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തു. അത് എന്റെ ഭർത്താവിന്റെ വേണ്ടി മാത്രം ആവശ്യമല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വരുമാന മാർഗം, ഒരു ബിസിനസ് അത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്വർണ്ണം എടുത്തത് എന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് അനന്തൻ അവിടേക്ക് വരുന്നുണ്ട്. അച്യുതനോട് പറഞ്ഞിട്ട്, അച്യുത നിനക്ക് നാണമില്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? എന്റെ മോൾക്ക് ഞാൻ കൊടുത്ത സ്വർണം അത് ആര്യനും അവളും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എടുത്തെങ്കിൽ അത് അവരെടുത്തോട്ടെ, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഈ രാജശ്രീക്ക് ഇവളുടെ വീട്ടിൽ നിന്ന് 100 പവൻ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിരുന്നു. ആ സ്വർണം ഫുള്ളും നീയല്ലേടാ ഓരോ ബിസിനസ്സിന് വേണ്ടി ഇറക്കി കളഞ്ഞത്. അപ്പോഴൊന്നും നിനക്ക് ഇതുപോലത്തെ പറയാനൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എന്റെ മോള് അവളുടെ ഭർത്താവിനും അവൾക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോയപ്പോഴേക്കും നീ അത് അവർ കട്ടു മോഷ്ടിച്ചു എന്നൊക്കെ പറയണ്ട ഒരു കാര്യമില്ല എന്ന് പറയണം. അപ്പൊ അച്യുതൻ പറയണ്ട, ഓഹോ അപ്പൊ ഏട്ടനും ഇവരുടെ കൂടെ ആയല്ലേ? ഞാൻ അവരുടെ കൂടെയൊന്നും ആയതല്ല, ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞാണ്. ഞാനും എന്റെ ഭാര്യയും ഇഷ്ടദാനമായിട്ട് എന്റെ മോൾക്ക് കൊടുത്തതാണ്. അത് അവൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. അവർ വിൽക്കുകയോ പണയം വിൽക്കുകയോ ബിസിനസ് നടത്തുകയോ എന്താ ചെയ്തോട്ടെ, അത് നീ നോക്കണ്ട. നിങ്ങളെല്ലാരും പോയിക്കോ, ബാക്കി എല്ലാവരും വീട്ടിൽ പോയിക്കോ, അവര് വീട്ടിൽ പോയിക്കോ, ഇവര് വീട്ടിൽ പോയിക്കോ എന്നൊക്കെ അനന്തം പറയുമ്പോൾ അച്യുതൻ പറയണ്ട്, എന്തായാലും ബാല ഉളുപ്പുണ്ടോടോ, സ്ത്രീധനം വാങ്ങില്ല, കൊടുക്കില്ല, മറ്റുള്ള 5 പൈസ വേണ്ട, 5 പൈസ ആഗ്രഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മരുമകളുടെ സ്വർണ്ണം എടുത്ത് പണയം വെച്ച് ബിസിനസ് തുടങ്ങാൻ ഉളുപ്പുണ്ടോടോ ബാല എന്നൊക്കെ പറഞ്ഞിട്ട് ശരി നാണമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോട്ടോ. മിത്രക്ക് വല്ലാത്ത വിഷമമുണ്ട്, മിത്ര കാരണം ഇത്രമാത്രം പ്രശ്നമായല്ലോ എന്ന്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും മീനാക്ഷി വരുന്നത്. മീനാക്ഷിക്കും കിട്ടും ആര്യന്റെ കയ്യിൽ നിന്ന്, അത് വേറെ കാര്യം. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.